സ്വർണം വെള്ളി നിരക്ക് കാണാം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ ബ്രോട്ട് യു ബൈ കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,280 രൂപ, പവന് 73,200 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,585 രൂപ, പവന് 60,440 രൂപ. വെള്ളി ഗ്രാമിന് 121 രൂപ. 0 ഓവർ പൂർണ്ണമാകുന്നു. ഇനി ഫസ്റ്റ് റൗണ്ടപ്പ് കാണാം. അമൃത പടിക്കൽ. ഷോ ക്രെഡിറ്റ്സ് brought you by Luker Eco Green wires and cables from Luker, JV Luker, USA. ഞങ്ങളുടെ സ്വന്തം ഫാക്ടറികളിൽ പ്രോസസ് ചെയ്യുന്ന ഇറ്റാലിയൻ മാർബിൾസ്, മർമർ ഇറ്റാലിയ, ഫറൂഖ്, കാലിക്കറ്റ്. ഇനി ഹോം ഇന്റീരിയറിന് Denwood, the next generation wood. KSF-യുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. Tengapal is now easy. Tasty Nibbles coconut milk powder and coconut milk. Order now. Hawaii Steel Doors and Windows, the global standard doors and windows. കല്യാൺ സിൽക്സും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും ഒരുമിക്കുന്ന ഷോപ്പിംഗിന്റെ വലിയ ലോകം പാലക്കാട് എത്തുന്നു. വിൻസ്മേര ജുവൽസ്, ആരും കൊതിച്ചു പോകും. Elegant, puffy, quality. In Royal. Media One Harvest Abroad Studies MBBS Scholarship Fair 2025. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. 5 to 50% genuine RD ഡിസ്കൗണ്ടിനൊപ്പം എക്സ്ട്രാ ഡിസ്കൗണ്ട് വൗച്ചേഴ്സും. പോത്തീസ് ആലയം ഓഫ് ടെക്സ്റ്റൈൽസ്. kmct.org വിസിറ്റ് ചെയ്യൂ. യോജിച്ച കോഴ്സ് തിരഞ്ഞെടുക്കൂ. ഹാർഡ്വുഡിലെ റൈറ്റ് ചോയ്സ്. ട്രീറ്റ്. സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ 100-ൽ 5 റാങ്കും. സിവിൽ സർവീസ് പരീക്ഷയിൽ കരുത്തറിയിച്ച് IAS അക്കാദമി. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. സീറ്റുറപ്പിക്കാൻ എഴുതൂ ഹിറ്റ്സ് 2025 സ്കോളർഷിപ്പ് എക്സാം. മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുവാൻ വേറ്റുനിക, ദ മുസ്ലിം മാട്രിമോണിയൽ. എന്താ വിശേഷം? നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം പാലക്കാട് വരില്ലേ? അത് കൊള്ളാലോ. ഒരെണ്ണം കൂടി പിടിക്കേ. ഇതെന്തിനായത്? പാലക്കാട്ടെ ഏറ്റവും മികച്ച ഹൈപ്പർ മാർക്കറ്റ് ഇനി നമ്മുടെ നാട്ടിലും. നമ്മുടെ പാലക്കാട്ടുകാർക്ക് ഇരട്ടി മുതലായല്ലോ. കല്യാൺ സിൽക്സും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും ഒരുമിക്കുന്ന ഷോപ്പിംഗിന്റെ വലിയ ലോകം പാലക്കാട് എത്തുന്നു. ഉദ്ഘാടനം ഓഗസ്റ്റ് 2-ന്. മനസ്സിലായി. കല്യാൺ സിൽക്സും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും പാലക്കാട് വരുന്നുണ്ടെന്നല്ലേ? കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് ടൗൺ ബസ് സ്റ്റാൻഡ്, പാലക്കാട്. സ്വപ്ന നഗരിയിൽ സ്വപ്ന വീട് ട്രേഡ് എക്സ്പോ 2025. വീട്ടുകാര്യം അടിമുടി ഇവിടറിയാം. വീട്, കെട്ടിട നിർമ്മാണാവശ്യ വസ്തുക്കൾ ഒരിടത്തെത്തുന്നു. നിർമ്മാണ മേഖലയിലെ നൂതനാശയങ്ങളും സുസ്ഥിരതയും ചർച്ച ചെയ്യുന്ന സെഷനുകൾ. അവശ്യ സാധനങ്ങൾ ബുക്ക് ചെയ്യാനും അവസരം. ഓഗസ്റ്റ് 13 മുതൽ 17 വരെ കോഴിക്കോടെത്തുന്ന ഏറ്റവും വലിയ ബിൽഡ് എക്സ്പോ സ്വപ്ന നഗരിയിൽ. സ്വപ്ന വീട് ട്രേഡ് എക്സ്പോ 2025. എക്സ്പോയിലേക്ക് പ്രവേശനം സൗജന്യം. സ്റ്റോൾ ബുക്ക് ചെയ്യാനും മറ്റു വിവരങ്ങൾക്കും ബന്ധപ്പെടുക 9447980123 9562848000. ജാമ്യം കാത്ത് കന്യാസ്ത്രീകൾ. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Today's headlines brought you by ലക്ഷ്യം നല്ല ലക്ഷണമൊത്ത റൂഫിംഗ്. അറസ്റ്റിലായി 8-ാം ദിവസവും മലയാളി കന്യാസ്ത്രീകൾ ജയിലിൽ തന്നെ. ജാമ്യാപേക്ഷ NIA കോടതിയിൽ സമർപ്പിച്ചു. ജാമ്യത്തെ സർക്കാർ എതിർക്കില്ലെന്ന അമിത്ഷായുടെ ഉറപ്പിന് ശേഷവും നിലപാട് മാറ്റാതെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. നിയമം അതിന്റെ വഴിക്ക് പോകുമെന്ന് പ്രതികരണം. കന്യാസ്ത്രീയുടെ വീട്ടിലെത്തി KC വേണുഗോപാൽ. ബജരംഗദളിന്റെ അതേ ഭാഷയിൽ സംസാരിക്കുന്നത് പാർട്ടിയുടെ അനുമതി ഇല്ലാതെയാണോ? ഇത് കേരളത്തിൽ വന്നത് പറയുന്നത് കേരളത്തിൽ ഇലക്ഷൻ ഉണ്ടാകുമ്പം കേരളത്തിൽ മൈനോറിറ്റി വോട്ട് വളരെ വ്യാപകമായ വോട്ടാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പിടിക്കണം. അതിനുവേണ്ടി നടത്തുന്നവരും തട്ടിപ്പ് മാത്രമല്ലേ? BJPക്കെതിരെ വ്യാപക പ്രതിഷേധവുമായി ക്രൈസ്തവ സഭകൾ. അനുനയ നീക്കവുമായി കേരള BJP. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം ബന്ധപ്പെട്ടവരെ അറിയിച്ചില്ലെന്ന ഡോക്ടർ ഹാരിസിനെതിരായ ആരോപണം പൊളിയുന്നു. ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട് ഡോക്ടർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നേരത്തെ അയച്ച കത്തുകൾ പുറത്ത്. വികാരാധീനനായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. നോട്ടീസ് സ്വാഭാവിക നടപടിയെന്ന് മന്ത്രി വീണ ജോർജ്. ഡോക്ടർ ഹാരിസിന്
അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിൽ നിന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായതും കേടായതും ഹാരിസിനെതിരെ ആയുധമാക്കാൻ ശ്രമം. ഹാരിസിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ്. ഇത് ജനാധിപത്യ കേരളമാണ്. ആ പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചോദിച്ചിരിക്കുകയാണ്. സ്റ്റോറിൽ നിന്ന് സാധനം കാണാതെ ഡോക്ടർ എങ്ങനെ ഉത്തരവിധി? അദ്ദേഹത്തെക്കുറിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. സർക്കാർ പാനൽ തള്ളി താൽക്കാലിക VC നിയമനവുമായി ഗവർണർ മുന്നോട്ട്. KTU ഡിജിറ്റൽ VCമാരായി സീസ തോമസിനെയും ശിവപ്രസാദിനെയും വീണ്ടും നിയമിച്ചു. നീക്കം സുപ്രീം കോടതി ഉത്തരവിന് പിറകെ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ വീണ്ടും കേന്ദ്രത്തിന്റെ ഒളിച്ചുകളി. അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഹൈക്കോടതിയിൽ. ഒരു കൊല്ലമായിട്ടും എടുക്കാത്ത തീരുമാനം ഇനി എന്നെന്ന നിശ്ചിത വിമർശനവുമായി കോടതി. ഈ മാസം 13-നകം തീരുമാനം അറിയിക്കണമെന്ന് ശാസന. എറണാകുളം കോതമംഗലത്ത് യുവാവിനെ വിഷം കൊടുത്തു കൊന്നത് പെൺസുഹൃത്ത്. വീട്ടിൽ വിളിച്ചുവരുത്തി സ്നേഹം നടിച്ച് വിഷം നൽകിയെന്ന് മാതിരപ്പള്ളി സ്വദേശി അൻസിലിന്റെ മരണമൊഴി. കസ്റ്റഡിയിലുള്ള യുവതിയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. പാലക്കാട് നഗരമധ്യത്തിൽ സ്ത്രീയുടെ കൊല ക്രൂര പീഡനത്തിനിടെ. ശ്വാസം മുട്ടി മരണം വസ്ത്രം കീറി വായിൽ തിരുകിയതോടെ. മർദ്ദനത്തിൽ 46-കാരിയുടെ വാരിയെല്ലും നട്ടെല്ലും തകർന്നെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. കൊലപാതകി സുബയ്യൻ മുൻപ് ഭാര്യയെ ക്രൂരമായി ആക്രമിച്ച കേസിലും പ്രതി. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. സംസ്ഥാനത്ത് 7 മാസത്തിനിടെ മരിച്ചത് 23 പേർ. ജീവൻ നഷ്ടപ്പെടുന്നവരിൽ കൂടുതലും കുട്ടികളും വയോധികരും. ലക്ഷ്യം കാണാതെ തെരുവുനായ നിയന്ത്രണം. തൃശൂർ മലക്കപ്പാറയിൽ പുലി ആക്രമിച്ച കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പുലി വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചത് വീരൻകുടിയൂരിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ. ഇവനെ വന്ന് പിടിക്കലും ഞാൻ എണീക്കലും ഒപ്പായിരുന്നു. പെട്ടെന്ന് ചാടി എണീറ്റ് പുലിയുടെ പുറകെ പോയി. പുറകെ ചെന്നുകൊണ്ട് ഞാൻ പിടിച്ചു കൊണ്ടുവന്നു. അവനെ തോന്നുന്നു കുട്ടീനെ നമ്മുടെ തലയ്ക്ക് നല്ല മുറിവുണ്ട്, ഇവിടെ ഒരു മുറിവുണ്ട്. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി. CCTVയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ പുതിയ തീരുവ പ്രാബല്യത്തിൽ. നടപടി വ്യാപാര കരാറിൽ ഏർപ്പെടാൻ അമേരിക്ക നൽകിയ സമയപരിധി അവസാനിച്ചതോടെ. ഓഹരി വിപണികളിൽ ഇടിവ്. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. 69 രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തിയ തീരുവ 10 മുതൽ 41% വരെ. ഭക്ഷണ വിതരണത്തിലെ കൂട്ടക്കുരുതിക്കിടെ US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇന്ന് ഗസയിലെത്തും. ഭക്ഷ്യവിതരണ കേന്ദ്രത്തിൽ ഇന്ന് കൊല്ലപ്പെട്ടത് 10-ലധികം പേർ. സഹായ വിതരണം വിപുലപ്പെടുത്തി ആക്രമണം തുടരാൻ ഇസ്രായേൽ US നീക്കം. സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കാനുള്ള പ്രഖ്യാപനത്തെ വിമർശിച്ച് ഇസ്രായേൽ. ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ചായി ഖാലിദ് ജമീൽ. ജംഷഡ്പൂർ FC പരിശീലകനെ തെരഞ്ഞെടുത്തത് IM വിജയൻ അധ്യക്ഷനായ ടെക്നിക്കൽ കമ്മിറ്റി. ഇംഗ്ലണ്ടിനെതിരായ അവസാന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യയ്ക്ക് നേടാനായത് 204 റൺസ്. ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ബിലാസ്പൂർ NIA കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. കോൺഗ്രസ് MPമാരുടെ സംഘം ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടു. ഇടത് MPമാരും ഇന്ന് ഛത്തീസ്ഗഡിലെത്തും. ഛത്തീസ്ഗഡിലെ കാങ്കറിൽ വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പ്രതിഷേധ ധർണ നടക്കുകയാണ്. ഞങ്ങൾ ജയിലിൽ സിസ്റ്റർമാരെ സന്ദർശിച്ചു, അവരുമായിട്ട് ദീർഘനേരം സംസാരിച്ചു. അവരുടെ ഇവിടുത്തെ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. എന്തായാലും അവരെ എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവർക്ക് എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. കന്യാസ്ത്രീമാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പാർലമെന്റിലും പാർലമെന്റിന് പുറത്തും കേരളത്തിലൊട്ടാകെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയുണ്ടായി. എന്തായാലും ഈ അന്യായമായി കന്യാസ്ത്രീമാരെ തടങ്കലിൽ അടച്ചിരിക്കുന്ന ഈ തെറ്റായ നടപടിക്കെതിരായുള്ള ശക്തമായ ഞങ്ങളുടെ ജാമ്യം കിട്ടുന്നവരെയും തുടർന്ന് അങ്ങോട്ട് മിഷണറിമാരെയും കന്യാസ്ത്രീമാരെയും അതോടൊപ്പം തന്നെ മറ്റ് മിഷണറി പ്രവർത്തനം നടത്തുന്നവരെയും വൈദികരെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിക്കുന്ന സംഘപരിവാർ സംഘടനകൾക്കെതിരായുള്ള അതിശക്തമായ പോരാട്ടം
ഞങ്ങൾ തുടരും. തീർച്ചയായും എത്രയും വേഗം അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതിൽ ഞങ്ങൾ സഹകരിക്കും. ഞങ്ങളും ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്താണ് ഈ കന്യാസ്ത്രീകളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അല്ല, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർക്ക് വേണ്ട മരുന്നുകൾ ലഭിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞു. ഞങ്ങളത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഈ 2 കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളുടെ വേഷം ധരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരെ ബജറംഗദൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആക്രമിച്ച് അവരെ ഈ ജയിലിലടയ്ക്കുന്ന സാഹചര്യമുണ്ടായത്. ഇന്ന് കന്യാസ്ത്രീകൾക്ക് നേരെ, വൈദികർക്ക് നേരെ അവരുടെ വേഷം ധരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് സഞ്ചരിച്ചാൽ ബജറംഗദളും സംഘപരിവാർ സംഘടനകളും തുടർച്ചയായി ആക്രമണം അഴിച്ചുവിടുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഒഡീഷയിൽ ഒരു വൈദികനെ വായിൽ തുണി കുറ്റിക്കയറ്റി ക്രൂരമായി മർദ്ദിച്ചത്. അതുപോലെ ഒരു സ്കൂളിൽ സ്വർഗസ്നായ പിതാവേ എന്നുള്ള ആദ്യത്തെ പ്രാർത്ഥന ചൊല്ലുന്നതിന്റെ പേരിൽ അവിടുത്തെ ഹെഡ്മാസ്റ്ററെ ക്രൂരമായി വർദ്ധിക്കുന്നതിന്റെ വാർത്തകളും ദൃശ്യ ചാനലുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്ത് ഭരണഘടന ഉറപ്പുവരുന്ന വിശ്വാസ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതിനെല്ലാം